ഹായ് എവരി വൺ. സോ 21 ജനുവരിയുടെ ഷിഫ്റ്റ് 1-ലെ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് തിങ്ക് ഓഫ് ക്വസ്റ്റ്യൻ. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രിയിൽ വളരെ ചെറിയ കൺസെപ്റ്റിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ മാത്രമാണിത്. അപ്പം നമ്മളിത് വളരെ സമയം എടുക്കേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് പറഞ്ഞു തീർക്കാം. പ്രൊപ്പനാൽ ആൻഡ് പ്രൊപ്പനോൺ. പ്രൊപ്പനാളും പ്രൊപ്പനോണുമാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം കീറ്റോണും ആൽഡിഹൈഡും എന്താണ്, ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. നോക്കൂ, പ്രൊപ്പനാൽ ഐ ആം റൈറ്റിംഗ് CH3 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, C ഡബിൾ ബോണ്ട് OH. ഇതാരാണ്? പ്രൊപ്പനാൽ ആണ്. ആൻഡ് പ്രൊപ്പനോൺ, വാട്ട് ഈസ് പ്രൊപ്പനോൺ? CH3 C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് CH3. ഇതാരാണ്? പ്രൊപ്പനോൺ ആണ്. അപ്പൊ പ്രൊപ്പനാളും പ്രൊപ്പനോണും രണ്ടുപേരും ഒരേ മോളിക്കുലർ ഫോമുലയാണ്, പക്ഷെ അവര് വ്യത്യസ്തമായ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പൊ അവര് ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. അപ്പൊ ഓപ്ഷൻ എ ഉറപ്പായും ശരിയാണ്. അപ്പൊ നമ്മൾ ആൻസർ ഒന്നുകിൽ ഓപ്ഷൻ എ ആയിരിക്കും, അല്ല ഓപ്ഷൻ 1 ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്ഷൻ എന്തായിരിക്കും 4 ആയിരിക്കും. എത്തോക്സി ഈഥെയ്ൻ ആൻഡ് മെത്തോക്സി ഈഥെയ്ൻ ആർ മെറ്റാമേഴ്സ്. നോക്കൂ, ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം രണ്ടുപേരും ശരിയായിരിക്കണം. നമുക്ക് നോക്കാം രണ്ടുപേരും ശരിയാണോ എന്ന്. എത്തോക്സി ഈഥെയ്ൻ, നോക്കൂ, എത്തോക്സി ഈഥെയ്ൻ എന്ന് പറയുന്നത് CH3 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, OCH2 സിംഗിൾ ബോണ്ട് CH3. ഇതാണ് എത്തോക്സി ഈഥെയ്ൻ. ഇയാളുടെ ഐസോമർ ആണോ മെത്തോക്സി പ്രൊപ്പൈൻ? നോക്കൂ, മെത്തോക്സി പ്രൊപ്പൈൻ CH3 O സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട് CH3. ഇതെന്താണ്? മെത്തോക്സി പ്രൊപ്പൈൻ ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും മെറ്റാമേഴ്സ് ആണ്. സോ തീർച്ചയായിട്ടും ഈ ഓപ്ഷനും ശരിയാണ്. അപ്പൊ ബി ശരിയാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് സി ശരിയാണോ അല്ലയോ. ഓക്കെ, സിയിലേക്ക് പോകുന്നു. ബ്യൂട്ടറ്റൂയിൻ ഷോസ് ഒപ്റ്റിക്കൽ ഐസോമറിസം. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരിക്കലും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. കാരണം CH3 സിംഗിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH3 ആൻഡ് ഹിയർ H. ഈ കോമ്പൗണ്ട് ജോമെട്രിക്കൽ ഐസോമറിസം അല്ലേ കാണിക്കേണ്ടത്, അല്ലാതെ ഒരിക്കലും ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കില്ലല്ലോ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തീർച്ചയായും തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, എന്നാൽ അടുത്ത സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് നോക്കാം. ബ്യൂട്ട് 1-നും ബ്യൂട്ട് 2-നും ഫങ്ഷണൽ ഐസോമേഴ്സ് ആണെന്ന്. എന്ത് വിഡിത്തമാണ് അല്ലെ, ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഞാനിപ്പോ വരച്ചു വെച്ചേക്കുന്ന വ്യക്തി ബ്യൂട്ട് 2-നാണ്, ബ്യൂട്ട് 2-ൻ. എന്നാൽ ബ്യൂട്ട് 1-ൻ എന്താണ്? ബ്യൂട്ട് 1-ൻ CH3 CH2 CH ഡബിൾ ബോണ്ട് CH2. തീർച്ചയായിട്ടും കുട്ടികളെ നിങ്ങൾ നോക്കുക, ഇതില് അവരുടെ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ആണ് മാറിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവരെ പറയേണ്ടത് പൊസിഷൻ ഐസോമേഴ്സ് എന്നല്ലേ, ഒരിക്കലും ഫങ്ഷണൽ ഐസോമർ എന്നല്ലല്ലോ. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ഇനി ഒരൊറ്റ ഓപ്ഷനെ ബാക്കി നമുക്കുള്ളൂ. ഓപ്ഷൻ ഇ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഇ ശരിയാണോ തെറ്റാണോ? നോക്കൂ, പെന്റെയ്ൻ ആൻഡ് 2,2-dimethyl propane ആർ ചെയിൻ ഐസോമേഴ്സ്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം പെന്റെയ്ൻ മീൻസ് 5 കാർബൺ നിരത്തി വെച്ചിരിക്കുന്നു. സോ 5 കാർബൺ നിരത്തി വെച്ചേക്കുന്നു, ഇതാണ് പെന്റെയ്ൻ, ശരിയല്ലേ? ആൻഡ് വാട്ട് അബൌട്ട് 2,2-dimethyl? നോക്കൂ, 2,2-dimethyl CH3 സിംഗിൾ ബോണ്ട്, ഹിയർ CH3 ആൻഡ് ഹിയർ ഓൾസോ CH3. വാട്ട് കംസ് നെക്സ്റ്റ്? CH3. 2,2-dimethyl propane. ഇത് രണ്ടും ചെയിൻ ഐസോമേഴ്സ് ആണ്. അപ്പൊ അവസാനത്തെ ഓപ്ഷൻ ശരിയായിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും മക്കള് നമ്മൾ ഓപ്ഷൻ 4 നമ്മൾ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിക്ക് ചെയ്യാം. അപ്പൊ അതാണ് നമുക്ക് ഈ ക്വസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.